സേവനസ്പർശം 2025 കൊടുങ്ങല്ലൂർ നഗരസഭ പടാകുളം 40-ാം വാർഡിൽ വിഷു കൈനീട്ടവും കണിവെള്ളരി വിതരണവും നടത്തി. സേവനസ്പർശം 2025 കൊടുങ്ങല്ലൂർ നഗരസഭ പടാകുളം 40-ാം വാർഡിലെ എല്ലാ കുടുംബങ്ങൾക്കും വിഷു കൈനീട്ടവും കണിവെള്ളരി വിതരണവും നടത്തി. സന്തോഷത്തോടുകൂടിയുള്ള ഒരു സുദിനത്തിലാണ് ഞാനും നിങ്ങളും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസകൾ നേരുകയാണ്. നമുക്കറിയാം വിഷുവിന്റെ ഐതിഹ്യത്തെക്കുറിച്ചും വിഷുവിന്റെ എന്താണ് വിഷു എന്നതിനെ കുറിച്ചൊക്കെ തന്നെ ഡോക്ടറുടെ സൂചിപ്പിക്കുന്നുണ്ടാവും. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമുക്കറിയാം വിഷു എന്ന് പറയുമ്പോൾ നമ്മുടെ കാർഷിക വിളവെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉത്സവമാണ്. കേരളത്തെ സംബന്ധിച്ച് ഓണവും വിഷുവും അത് തന്നെയാണ്. കാർഷിക വിളവെടുപ്പുമായി നമ്മൾ വളരെ പഴവും പച്ചക്കറിയൊക്കെ തന്നെ വിളവെടുക്കുന്ന ഒരു പ്രകൃതിയോട് ബന്ധപ്പെട്ടുള്ള ഉത്സവങ്ങളാണ് ഓണവും വിഷുവും. അതുപോലെ തന്നെ നമുക്കറിയാം അസുരന്മാർക്കെതിരെ യുദ്ധം ചെയ്ത് ദേവന്മാര് വിജയം നേടിയ ദിനം കൂടിയാണ് വിഷു നമ്മൾ ആഘോഷിക്കുന്നത്. ഡോക്ടർ കെ രവികുമാർ ഉദ്ഘാടനം ചെയ്തു. അതൊരു സംസ്കൃത പദമാണ്. അതിൻ്റെ മലയാള അർത്ഥം തുല്യം എന്നാണ്. തുല്യം എന്ന് വെച്ചാൽ പകലും രാത്രിയും ഒരേ ദൈർഘ്യമായിരിക്കും. അതാണ് അതിൻ്റെ മലയാള അർത്ഥം. വിഷുവിനെ കുറിച്ച് കുറേ ഐതിഹ്യങ്ങളുണ്ട്. നാരകാസുര വധത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എന്നൊരു ഐതിഹ്യം. അഗ്നിരാത്ര ഫെസ്റ്റിവലാണെന്ന് വേറെ ഐതിഹ്യം. പിന്നെ ന്യൂ ഇയർ ആണെന്ന് വേറെ ഐതിഹ്യമുണ്ട്. പിന്നെ വിഷുവിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് കണി. കണി വയ്ക്കുമ്പോൾ അതിലൊഴിച്ചുകൂടാൻ പറ്റാത്തതാണ് കണിവെള്ളരിയും കണിക്കും. കണിവെള്ളരി അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്നതും കണിക്കുന്ന ഭഗവാന്റെ അരഞ്ഞാണമാണെന്നാണ് ഐതിഹ്യം. ഇതിനെക്കുറിച്ച് ഞാൻ ദീർഘമായി പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഈ അവസരത്തിൽ സമൂഹത്തിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു വിപത്തിനെ കുറിച്ച് ഞാൻ നിങ്ങളെ ബോധവാന്മാരാക്കുവാൻ ആഗ്രഹിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഡ്രഗ് അബ്യൂസ് അഥവാ മയക്കുമരുന്ന് അമിത ഉപയോഗം. TJ ജെമി, സിജിൽ മേത്തല, PR വിനോദ്, ദീപ രാജേന്ദ്രൻ, TK ഹരിദാസൻ, പരമേശ്വരൻകുട്ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.